അങ്ങനെ ഒഫീഷ്യലായിട്ട് തേർഡ് വേൾഡ് വാർ തുടങ്ങിയിട്ടുണ്ട് മക്കളെ. അറിയാനുള്ളവരിലേക്ക് അറിയിച്ചോളൂ, ഇനി ആരും അറിഞ്ഞില്ല എന്ന് പറയേണ്ട. അമേരിക്ക അവരുടെ ഒഫീഷ്യൽ എൻട്രി ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ നടത്തിയിട്ടുണ്ട്. എൻട്രി തന്നെ ഗ്രാൻഡ് എൻട്രിയാണ്. ഇന്നലെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു, ഫോക്സും ന്യൂയോർക്ക് ടൈംസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു B-2 ബോംബേഴ്സ് മിസൂറി മിലിറ്ററി ബേസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ചുമ്മാ ഇവരൊക്കെ പേടിപ്പിക്കാൻ പോയതാണെന്ന് വിചാരിച്ചത് അല്ല, കാര്യമായിട്ട് തന്നെ പണി കൊടുക്കാൻ തന്നെ പോയതാണ്. എവിടെ ഇറങ്ങിയിട്ടില്ല, കണ്ടിന്യൂസ് ഫ്ലൈറ്റ് ആയിരുന്നു. എന്താ ചെയ്തത് നോക്കാം. ഈ B-2 ബോംബേഴ്സ് 6 എണ്ണം പോയിട്ടുണ്ട്. 12 GBU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. 13,000 കിലോഗ്രാം വരുന്ന അത്രയും വെയിറ്റുള്ള, ഇതിന് വേറെ ഏത് ബോംബർക്കും കൊണ്ടുപോകാൻ പറ്റില്ല, B-2 മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. B-2 ബോംബറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആകാശത്ത് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിൻ്റെ ശത്രുക്കളല്ല എന്നാണ്. കാരണം അത്രയും സ്റ്റെൽത്തുള്ള ഒരു ബോംബേഴ്സ് ഫ്ലൈറ്റ്സാണിത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട് ഇറാനിൽ പോയി ബോംബിട്ട് സുഖമായിട്ട് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ മടങ്ങി എത്തി എന്ന് ട്രംപ് തന്നെ പറഞ്ഞത്. അത്രയും സ്റ്റെൽത്താണ് ഇതിന്. ഇറാൻ്റെ മെയിൻ ന്യൂക്ലിയർ സൈറ്റാണ് ഈ ഫോർഡോ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ്. അവരുടെ 90% വരെ എത്തിയ യുറാനിയം എൻറിച്ച്മെൻ്റൊക്കെ അവർ നടത്തുന്നതൊക്കെ ഈ ഒരു സൈറ്റിലാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണിത്. ഇപ്പോൾ പൊട്ടി ഇവിടെ ബോംബ് ഇട്ടു എന്നേ ഇപ്പോൾ ന്യൂസുകൾ വരുന്നുള്ളൂ. അവിടെ എന്ത് സംഭവിച്ചു, അവിടെ റേഡിയേഷൻ ഉണ്ടോ, അത് സ്പ്രെഡായോ, ബാക്കിയുള്ള GCC കൺട്രികളിൽ അടുത്തുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രികൾക്കൊക്കെ വന്നിട്ടുണ്ടോ ഒന്നും ഇപ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബോംബ് ഇട്ടിട്ടുണ്ട് സക്സസ്ഫുള്ളി. ബാക്കിയുള്ള വേറെ 2 ചെറിയ സൈറ്റുകൾ കൂടിയുണ്ട്, അതും പൊട്ടിച്ചിട്ടുണ്ട്. മൊത്തം ന്യൂക്ലിയർ എന്നുള്ള ഭീഷണി ഇറാൻ്റെ ഇതോടെ അവസാനിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെന്തായാലും ഇവർ റിറ്റാലിയേറ്റ് ചെയ്യും, ഇറാൻകാർ ഉറപ്പായിട്ട് ചെയ്യും. അപ്പോൾ ഇറാൻ ഒറ്റയ്ക്കാണോ കൂടെ ആൾക്കാർ ഉണ്ടാവുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പം തന്നെ യമൻ വന്നിട്ട് ഹൂതീസ് അവർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുണ്ട് ഇനി യുദ്ധത്തിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇന്നലെയും കുഞ്ഞാന്നായിട്ട് ചൈനക്കാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാന് അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പുടിനും കുറച്ച് കാര്യങ്ങൾ ഇറാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ റഷ്യൻ്റെ കുറച്ച് സയൻറ്റിസ്റ്റുകളുണ്ട്, ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ ഇറാനിലുണ്ട്, അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് പുടിൻ 2 ദിവസം മുന്നേ പറഞ്ഞാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഓരോന്നായിട്ട് നമുക്ക് വരും. ഇനി കുറച്ച് കഴിയുമ്പോൾ പൂരം തന്നെ ആയിരിക്കും. ഇനി ഇത് വല്ലാത്തൊരു എസ്കലേഷനായി പോയി.